റഹീമുമായ രാജസയ്യിദായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവേ, ഞങ്ങളെ മജ്ലിസ് നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളെ മജ്ലിസ് നീ ഖബൂൽ ചെയ്യണേ അല്ലാ. ഇജാബത്ത് നൽകണേ അല്ലാ. നീ പൊരുത്തപ്പെടുന്ന മജ്ലിസാക്കണേ അല്ലാ. ആഖിറത്തിലേക്ക് ഉപകാരപ്പെടുന്ന അമലാക്കണേ അല്ലാ. മരണം വരെ അല്ലാഹുവേ, ഒരു കുതന്ത്രക്കാരുടെ കുതന്ത്രങ്ങളിലും, ഒരു ചതിയന്മാരുടെ ചതിയിലും, വഞ്ചകന്മാരുടെ വഞ്ചനയിലും, ആസിദീങ്ങളുടെ ഹസദിലും, ഐനീങ്ങളുടെ ഐനിലും, സാഹിരീങ്ങളുടെ സിഹറിലും പെടാതെ ഞങ്ങളെ മജ്ലിസ് നടത്താനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ മജ്ലിസിൽ ഞങ്ങൾ ചൊല്ലുന്ന എല്ലാ ഖുർആനും ദിക്റും സ്വലാത്തും ഹദ്ദാദും അസ്മാഉൽ ഹുസ്നയും എല്ലാം നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളത് ചൊല്ലുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന ആത്മീയമായൊരു അനുഭൂതിയുണ്ട്, ഒരു ആനന്ദമുണ്ട്. കിടന്നുറങ്ങുന്നതിന് മുമ്പ് അല്ലാഹുവേ, ഞങ്ങൾ ഒരുപാട് ദിക്റുകളും സ്വലാത്തുകളും ചൊല്ലിയല്ലോ എന്ന സന്തോഷത്തോടുകൂടെയാണ് കിടന്നുറങ്ങുന്നത്. അല്ലാഹുവേ, അതെല്ലാം ഞങ്ങൾക്കൊരു ഇനാസായി നാളെ ഖബറിലും നീ എത്തിച്ചു തരണേ അല്ലാ. ഒരു നേരം പോക്കാക്കി ഖബറിലും നീ എത്തിച്ചു തരണേ അല്ലാ. ഞങ്ങളുടെ അമലുകളെല്ലാം നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളോട് നീ മാപ്പാക്കണേ അല്ലാ. പൊറുത്തു തരണേ അല്ലാ. മഗ്ഫിറത്ത് നൽകണേ അല്ലാ. മർഹമത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ മദനീയം കുടുംബത്തിലെ ഓരോരുത്തരുടെ മുറാദുകളും നീ ഹാസുലാക്കണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാ. എത്രയും പെട്ടെന്ന് അതിന്റെ വഴികൾ നീ തുറന്നു കൊടുക്കണേ അല്ലാ. ഖൈറിന്റെ വഴികൾ നീ തുറന്നു കൊടുക്കണേ അല്ലാ. എല്ലാ ഷറുകളും ബലാകളും മുസീബത്തുകളും എല്ലാ ഐനുകളും സിഹറും നീ ബാത്തുലാക്കണേ അല്ലാ. ആരെല്ലാം വാടക വീടുകളിൽ കഴിയുന്നവരുണ്ടോ അല്ലാഹുവേ, അവർക്ക് നല്ല വീടുകൾ നീ കൊടുക്കണേ അല്ലാ. നല്ല ഇസ്സത്തുള്ള വീടുകൾ നീ കൊടുക്കണേ അല്ലാ. ആരെല്ലാം വീടുകളും അതുപോലെ സ്ഥലവുമില്ലാതെ വിഷമിക്കുന്നവരുണ്ടോ അവർക്ക് ആവശ്യമായ നല്ല സ്ഥലം നീ റെഡിയാക്കി കൊടുക്കണേ അല്ലാ. അതിന്റെ വഴികളെല്ലാം നീ തുറക്കണേ അല്ലാ. കടമുള്ള ഒരുപാട് ആളുകളുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ജോലിയില്ലാത്തവരുണ്ട്, നല്ല ഖൈറായ ഇസ്സത്തുള്ള ജോലി നീ പ്രദാനം ചെയ്യണേ അല്ലാ. മക്കളെ കാര്യത്തിൽ വേദനിക്കുന്നവരുണ്ട്, എല്ലാ മക്കളെയും നീ നല്ല മക്കളാക്കണേ അല്ലാ. അദബുള്ള മക്കളാക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന മക്കളാക്കണേ അല്ലാ. വർഷങ്ങളായി കല്യാണ പ്രായം കഴിഞ്ഞ് വീടുകളിൽ കല്യാണ പ്രായം കഴിഞ്ഞിരിക്കുന്ന മക്കളെ കാര്യമോർത്ത് കരയുന്ന ഉമ്മമാരുണ്ട്. നല്ല ഖൈറായ ഇണകളെ കൊടുക്കണേ അല്ലാ. അതിന്റെ വഴികളെല്ലാം നീ എളുപ്പമാക്കണേ അല്ലാ. എല്ലാ ഖൈറിന്റെ വാതിലുകളും നീ തുറക്കണേ അല്ലാ. അല്ലാഹുവേ, വിദേശത്ത് ജോലി ചെയ്യുന്ന പ്രവാസ ലോകത്തുള്ളവരുണ്ട്, എല്ലാവരെയും നീ കാക്കണേ അല്ലാ. പ്രവാസ ലോകത്തു നിന്ന് ജോലി ചെയ്യുന്ന ഭർത്താക്കന്മാര്, അതുപോലെ മക്കള്, സഹോദരങ്ങള്, കൂട്ടുകുടുംബങ്ങള്, എല്ലാവർക്കും നീ കാവലാകണേ റഹ്മാനെ. ഒരു അപകടങ്ങളിലും പെടുത്തല്ല അല്ലാ. ഒരു പ്രകൃതി ദുരന്തങ്ങളിലും ഞങ്ങളെ പെടുത്തല്ല അല്ലാ. അല്ലാഹുവേ, ഒരു പ്രകൃതി അപകടങ്ങളിലും ഒരു ദുരന്തങ്ങളിലും ഞങ്ങളെ നീ പെടുത്തല്ലേ അല്ലാ. ഒരു ഷർറുകളിലും ഞങ്ങളെ നീ പെടുത്തല്ല അല്ലാ. സർവാളുകളുടെ ബലാകളും മുസീബത്തുകളും അവർ നമ്മിലേക്ക് ഉണ്ടാക്കുന്ന എല്ലാ സിഹറുകളും എല്ലാ ഐനും അവരിലേക്ക് തന്നെ നീ തിരിച്ചയക്കണേ അല്ലാ. ഞങ്ങൾക്ക് നീ കാവലാകണേ അല്ലാ. കിട്ടാൻ
കൊടുക്കാനുള്ള സംഖ്യകൾ മുഴുവനും അല്ലാഹുവേ ആരെല്ലാവരുടെയെല്ലാം കൈകളിൽ ലഭിക്കാനുണ്ടോ അവരുടെ കൈകളിലേക്ക് നീ തിരിച്ച് എത്തിച്ചു കൊടുക്കണേ അല്ലാ. അതിന്റെ വഴികളെ നീ തുറന്നു കൊടുക്കണേ അല്ലാ. അതിന്റെ വഴികളെ നീ ഫത്ഹാക്കണേ അല്ലാ. തുറന്നു തരണേ അല്ലാ. തുറന്നു തരണേ അല്ലാ. തുറന്നു തരണേ അല്ലാ. അല്ലാഹുവേ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. നീ ഞങ്ങളെ സലാമത്തിലാക്കണേ അല്ലാ. എല്ലാ നിലക്കുമുള്ള വിജയങ്ങൾ ഞങ്ങൾക്ക് നീ തരണേ അല്ലാ. ഞങ്ങളെ മദനിയം മജ്ലിസിന് വേണ്ടി അധ്വാനിക്കുന്നവരെ, അതിന്റെ അഡ്മിന്മാരെ, മീഡിയ ടീം അംഗങ്ങളെ, അതിനു വേണ്ടി പ്രവർത്തിക്കുന്നവരെ, പോസ്റ്ററുകൾ ഉണ്ടാക്കി തരുന്നവരെ, ലിങ്കുകൾ ഉണ്ടാക്കുന്നവരെ, അതയക്കുന്നവരെ, ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നവരെ, ഷെയർ ചെയ്യുന്നവരെ, എല്ലാവർക്കും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. അവരുടെ മുറാദുകളും നീ ഹാസുലാക്കണേ അല്ലാ. അവരിൽ അപകടം പറ്റിയവർക്ക് നീ കാമിലായ ആജിലായ ശിഫാഇനെ നീ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ സർവ്വ ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാക്കണേ അല്ലാ. ഒരു ബലായിലും മുസീബത്തിലും പെടുത്തല്ല അല്ലാ. മാരകമായ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. ക്യാൻസർ, ട്യൂമർ, ന്യൂമോണിയ, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, വെരിക്കോസ്, യൂറിക് ആസിഡ്, സോറിയാസിസ്, മൈഗ്രെയിൻ തുടങ്ങിയ എല്ലാ രോഗങ്ങളിൽ നിന്നും കാക്കണേ റഹ്മാനെ. നീ ഞങ്ങൾക്ക് കാവലാകണേ അല്ലാ. രക്ഷയാകണേ അല്ലാ. ഞങ്ങളെ ഇജാബത്തുള്ള മജ്ലിസാക്കണേ അല്ലാ. പൊരുത്തപ്പെടണേ റബ്ബേ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ഞങ്ങളോട് ഞങ്ങൾ ദുആ കൊണ്ട് കടപ്പെട്ടവർ, വസിയത്ത് ചെയ്തവർ, എന്തെല്ലാം വിഷയങ്ങൾ പറഞ്ഞവർ, മരിച്ചവർക്ക് വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞവർ, രോഗികളായ ഹോസ്പിറ്റലുകളിൽ കഴിയുന്നവർ, വെന്റിലേറ്ററിലുള്ളവർ, ICUവിലുള്ളവർ, മാരകമായ രോഗങ്ങൾ ബാധിച്ചവർ, ഭർത്താവ് മരണപ്പെട്ടു പോയവർ, ഉമ്മ മരണപ്പെട്ടു പോയവർ, ഉപ്പ മരണപ്പെട്ടു പോയവർ, ഭർത്താവിന്റെ ഉപ്പയും ഉമ്മയും ഒക്കെ മരണപ്പെട്ടു പോയവർ, അല്ലാഹുവേ അങ്ങനെ പലരും പല വിഷയങ്ങളും പറഞ്ഞ് ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. നീറ്റ് എക്സാമിൽ വിജയിക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ പല നിലക്കുള്ള ബുദ്ധിമുട്ടുകൾ നീങ്ങാൻ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. നമ്മുടെ മദനിയം അക്കാദമിയെ സഹായിച്ചവരുണ്ട്. കുതുബിയത്തിലേക്ക് ആട് നേർച്ചയാക്കിയവരുണ്ട്. അഹ്ലുബൈത്തിന്റെ വീടിന് വേണ്ടി സഹായിച്ചവരും സഹായിച്ചു കൊണ്ടിരിക്കുന്നവരുമുണ്ട്. ഞങ്ങളുടെ പദ്ധതികളെല്ലാം ഏറ്റെടുത്തവരുണ്ട്. അല്ലാഹുവേ എല്ലാവരെയും നീ ഏറ്റെടുക്കണേ അല്ലാ. എല്ലാവരെയും നീ കബൂൽ ചെയ്യണേ അല്ലാ. എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.